LDF അധികാരത്തിൽ വന്ന ഉറപ്പാ ആത്മഹത്യകൾ ഇവിടെ കൂടും. അതായത് ഈ ചിലപ്പോൾ ഈ പറഞ്ഞ ഞാൻ പോലും ആത്മഹത്യ ചെയ്യും. അതേപോലെ അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ജീവിച്ചോണേ. സർക്കാരാണ് വന്ന പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ. ഇവർ 5 വർഷക്കാലം ഭരിച്ചപ്പോൾ ഏകദേശം നല്ല രീതിയിൽ വന്നായിരുന്നു. പക്ഷേ കുറേ പൈസകൾ കോടികൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. സ്വർണം കട്ട പൈസ ഇതൊക്കെ ഇവർക്ക് അറിയാം കറക്റ്റായിട്ട് കാര്യങ്ങൾ. ഇവർക്ക് 5 വർഷം കഴിഞ്ഞാൽ ഭരണം കിട്ടില്ല എന്നറിയാം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇവർ ഈ ഭരണം പോകുന്ന അറിഞ്ഞിട്ട് തന്നെയാണ് ഇവർ 3500 രൂപ പെൻഷന് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒരിക്കലും അത് സാധിക്കില്ല. അവരെ കൊണ്ട് അത് സാധിക്കില്ല. 1-2 മാസം കൊടുക്കാൻ കഴിയുമായിരിക്കും. അത് തന്നെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യില്ല. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾ രക്ഷപ്പെടണമെങ്കിൽ ലോട്ടറിക്ക് വില കുറച്ചിട്ട് പ്രൈസ് കൂട്ടുക. ഈ 1 കോടി ഒരാൾക്ക് കൊടുക്കുന്നത് അതൊരു 4 പേർക്കോ 2 പേർക്കോ ആക്കുക. അതുപോലെ ഈ 5 ലക്ഷം 10 ലക്ഷം ഓരോരുത്തർക്ക് മറ്റേ അതൊരു 5000-ന്റെ കൂട്ടട്ടെ. ഇവര് എന്തായാലും ഈ LDF ഭരണത്തിന് വന്നപ്പോഴത്തേക്ക് കള്ള് കഞ്ചാവ് MDMA ഈ പെണ്ണ് കൂട്ടി കൊടുക്കല ഇങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കി വെക്കണത്. ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പം കൊടുത്താണ് ഒരു ഹോസ്പിറ്റല്. ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് ഇന്ന് ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ? ഇവിടെ വന്നു കഴിയുമ്പോൾ ആശുപത്രി കയറ്റി കഴിയുമ്പോൾ അപ്പം തന്നെ പറഞ്ഞ ഒന്നില്ലേ മോർണിംഗ് സ്റ്റാർ, അല്ലെങ്കിൽ നിങ്ങൾ കോട്ടയത്തിന് നോക്കോ താഴോട്ട് നോക്കോ. എന്നാ പിന്നെ എന്തിനാണ് നമുക്ക് ഈ ആശുപത്രി? ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ആശുപത്രി വേണ്ടത്. ആ പാവപ്പെട്ടവർക്ക് ഒരു മരുന്നില്ല, ഒരു പ്രയോജനമില്ല ആശുപത്രി. ഈ റോട്ടിൽ ടൗണിൽ കൂടെ ചില ദിവസം നടക്കാൻ പറ്റും, അതുപോലെയാണ് വേസ്റ്റ്. അതുപോലെ തന്നെ പഞ്ചായത്ത് നമ്മൾ 50 രൂപ ഇവർ പിരിക്കുന്നുണ്ടല്ലോ, വന്നിട്ട് എല്ലാ വീട്ടിൽ നിന്നും എല്ലാ കടയിൽ നിന്നും മേടിക്കുന്നുണ്ട്. എന്ത് വേസ്റ്റ് എടുത്തോണ്ട് പോയിട്ട് 50 രൂപ 100 രൂപ മേടിക്കുന്നത്? ഈ വേസ്റ്റ് ഇവർ എന്ത് കൊണ്ടുപോയിട്ട് എന്നാ കാണിക്കുന്നത്? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇലക്ഷനിലും അല്ലെങ്കിൽ തുടർന്നുണ്ടാവുന്ന ഇവിടുത്തെ ഭരണത്തിലൊക്കെ വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. അപ്പം ഇതുവരെയുള്ള അവരുടെ പ്രതീക്ഷകൾ എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് അവർ ഭാവിയിൽ പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരാളുണ്ട്. എൻ്റെ പേര് ലൈല ചേച്ചി, എന്താണ് ഇലക്ഷന്റെ പ്രതീക്ഷകൾ? ആദ്യമേ തന്നെ പറയട്ടെ, ഇലക്ഷനിൽ UDF ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം UDF ആയതുകൊണ്ടല്ല, ഒരു ഭരണത്തിലും എനിക്ക് പ്രത്യേക ഇഷ്ടങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ തൊട്ട് UDF പിന്നെ എന്നാ വെച്ചാൽ UDF കഴിഞ്ഞ ഈ 10 വർഷക്കാലം ഇവർ ഭരിച്ചിട്ട് ലോട്ടറി തൊഴിലാളികൾക്ക് ഒരു പ്രയോജനം ഇല്ലാണ്ട് പോയി. അതെന്നു വെച്ചാൽ പ്രൈസ് കൂട്ടി 1 കോടി ആക്കിയെന്ന് പറഞ്ഞു. ഈ 1 കോടി ഒരാക്കേ ഉള്ളൂ. അതൊരു 4 പേർക്ക് ആക്കുമായിരുന്നെങ്കിൽ ഒത്തിരി ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. അവർക്ക് ടാക്സ് കിട്ടാനുള്ളതായിട്ടാണ് അങ്ങോട്ടുള്ള പൈസ വലിക്കാൻ വേണ്ടിയിട്ടാണ് 200 രൂപ കൂട്ടി തന്നു. 200 രൂപ കൂട്ടിയിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അതെന്ന് വെച്ചാൽ 200 രൂപ എന്ന് പറഞ്ഞാൽ 200 രൂപ നമുക്ക് നോക്കുമ്പോൾ 200 ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചായ കുടിക്കാനില്ല. അതിനകത്ത് നോക്കുമ്പം ഈ നടന്ന് വിൽക്കുന്ന ലോട്ടറി തൊഴിലാളികളുണ്ട്, കടയിൽ ഇരുന്ന് വിൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാണ്ട് ലോട്ടറി തൊഴിലാളികൾ ഓരോന്നും പ്രതീക്ഷിച്ച് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു ലോട്ടറി എടുക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എനിക്കൊരു 500 ഒരു 1000 അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്ന് ഓർത്താ. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഈ ഇടുക്കി ജില്ലയ്ക്ക് പ്രൈസുകൾ അടിച്ചിട്ട് എന്തെങ്കിലും ഒരു പരിപാടി, ഒരു വലിയ ബമ്പർ ഒക്കെ അടിക്കണമെങ്കിലുണ്ട്, തലേദിവസം 2 ദിവസം അടുപ്പിച്ച് ഇവർ പ്രൈസ് കൊടുക്കും ഇടുക്കി ജില്ലയ്ക്ക്. ഒരു ഫസ്റ്റ് പ്രൈസ്, ഒരു സെക്കൻഡ് പ്രൈസ്. കാരണം വെച്ചാൽ ഇവർ ചൂണ്ട തന്നെയാണ്. കാരണം വെച്ചാൽ വലിയ പ്രൈസൊക്കെ വേറെ സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ അത് കൊടുക്കണം എന്നുള്ളൊരു ഇതിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലോട്ടറി വിൽക്കാൻ 6 വർഷമായി. ഇതുവരെ ഒരു നല്ലവണ്ണം പ്രൈസ് അടിച്ചില്ല. കടക്കാർക്ക് കിട്ടുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടക്കാർക്കും ഇല്ല. അവരും ഈ 10 വർഷം കൊണ്ട് ശരിക്കും പഠിച്ചു എല്ലാവരും. കാരണം ലോട്ടറി കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. പിന്നെ അന്നന്ന് ജീവിച്ചു വന്നവന് ഇപ്പം 60 ലോട്ടറി വിൽക്കുന്നവന് 100-200 രൂപ കിട്ടിക്കൊണ്ട് ഒന്നുമില്ല, ഒരു ചായ കുടിക്കാനില്ല. ഞാനൊക്കെ 300, 400, 500, 600 ലോട്ടറി വിറ്റ്, ഇപ്പോൾ ഒന്നുമില്ല. ഇതിനപ്പം 40 രൂപയായിരുന്നു ലോട്ടറിക്ക് എന്ന് പറഞ്ഞപ്പോൾ 40 രൂപ ആയ സമയത്ത് കുറേ പ്രയോജനം ഉണ്ടായിരുന്നു. കാരണം കുറേ പ്രൈസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രൈസുകൾ കുറവാണ്. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോഴത്തെ UDFൻ്റെ ഭരണം വരണമെന്ന് പറയാനുള്ള കാരണമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. ഇവർ പറഞ്ഞു LDF വന്നാൽ നമ്മൾ 2000 രൂപ കൊടുക്കും, ഇപ്പോൾ 3500 കൊടുക്കും, 4000 രൂപ കൊടുക്കും, ഒന്നും പറച്ചിലല്ലാണ്ട് കിട്ടില്ല. 1600 രൂപ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന എനിക്കൊക്കെ 1600-ൽ 300 രൂപ അവിടെ പിടിച്ചിട്ട് 1300 രൂപ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അത് 2000 ആക്കിയപ്പോഴും അവർ ആ 300 രൂപ വീണ്ടും പിടിക്കുന്നു, ബാക്കി 1700 രൂപ നമുക്ക് കിട്ടുന്നത്. അവിടെ നമുക്ക് നഷ്ടങ്ങളാണ്. അല്ലാണ്ട് ഇവർ കറക്റ്റായിട്ട് ആ പൈസ തന്നിട്ടില്ല. പിന്നെ LDF 10 വർഷക്കാലം ഭരിച്ചതിൻ്റെ ഒരു ആശുപത്രി പണിതെന്ന് പറഞ്ഞു. ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പം കൊടുത്താണ് ഒരു ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് ഇന്ന് ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ?
ഇവർ പറയുന്നുണ്ട് അവിടെ എക്സ്റേ വന്നു, എന്തോ ഹാർട്ടിൻ്റെ എന്തോ വന്നു, അവിടെ ഓപ്പൺ ചെയ്യാൻ തിയേറ്റർ വന്നു. ഇതൊന്നുമില്ല. ഒരു നല്ലൊരു പ്രസവ വാർഡ് പോലും ഇല്ല അതിൻ്റെ ഉള്ളിൽ. ഒരു മരുന്നില്ല. എന്ത് മരുന്നിനും പാരസെറ്റാമോൾ, ആർക്ക് എന്ത് അസുഖത്തിനാലും പാരസെറ്റാമോൾ. അതുപോലെ തന്നെ ഒരേ റൂമുകൾ, ചെറിയ ചെറിയ റൂമുകൾ പണിതിട്ട് എല്ലാം മറച്ച് വെച്ച് നോക്കുവാണ്. ഈ നമ്മുടെ ഈ വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാധനമുണ്ട്, തുണി പോലെ വെച്ചിട്ട് മറച്ചു വെച്ചേക്കുന്നതാണ്. അങ്ങനെയൊന്നും ഞാനൊരു ആശുപത്രിയിൽ കണ്ടിട്ടില്ല. നമ്മൾ വലിയ വലിയ ആശുപത്രികളൊക്കെ പോയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. പക്ഷേ അതൊന്നുമല്ല, സർക്കാർ ആശുപത്രിയും മോശമാണ്. അതുപോലെ ഈ LDFൻ്റെ ഈ 10 വർഷത്തെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെപ്പോലുള്ള തൊഴിലാളി വർഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനവും ഇല്ല. കാരണം ഇന്നൊരു ചായക്കട കേട്ടിട്ടുണ്ടെങ്കിൽ 13 രൂപ കൊടുക്കണം ചായക്ക്, ഒരു കടിക്ക് 13 രൂപ കൊടുക്കണം. നമ്മൾ ഈ വിൽക്കുന്ന ലോട്ടറിന് കിട്ടുന്നുണ്ടെങ്കിൽ 15 ഇപ്പം അതെ കുറച്ച് ദിവസം ഗ്യാസിന് വില കൂടിയെന്ന് പറഞ്ഞ് 15 ആക്കി. ഒരു ഗ്യാസിന് വില കൂട്ടി. അത് ഈ സർക്കാരാണ് വന്ന പിന്നാണ് ഇത്രയും പ്രശ്നങ്ങൾ. ഇവർ 5 വർഷക്കാലം ഭരിച്ചപ്പോൾ ഏകദേശം നല്ല രീതിയിൽ വന്നായിരുന്നു. പക്ഷേ കുറേ പൈസകൾ, കോടികൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. സ്വർണം കട്ട പൈസ, ഇതൊക്കെ ഇവർക്ക് അറിയാം കറക്റ്റായിട്ട് കാര്യങ്ങൾ. ഇവർക്ക് 5 വർഷം കഴിഞ്ഞാൽ ഭരണം കിട്ടില്ല എന്നറിയാം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇവർ ഈ ഭരണം പോകുന്ന അറിഞ്ഞിട്ട് തന്നെയാണ് ഇവർ 3500 രൂപ പെൻഷന് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒരിക്കലും അത് സാധിക്കില്ല. അവരെ കൊണ്ട് അത് സാധിക്കില്ല. 1 2 മാസം കൊടുക്കാൻ കഴിയുമായിരിക്കും, അത് തന്നെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യില്ല. അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് LDF ഭരണത്തിൽ വരണമെന്നും എനിക്കില്ല. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾ രക്ഷപ്പെടണമെങ്കിൽ ലോട്ടറിക്ക് വില കുറച്ചിട്ട് പ്രൈസ് കൂട്ടുക. ഈ 1 കോടി ഒരാൾക്ക് കൊടുക്കുന്നത് അതൊരു 4 പേർക്കോ 2 പേർക്കോ ആക്കുക. അതുപോലെ ഈ 5 ലക്ഷം 10 ലക്ഷം ഓരോരുത്തർക്ക് മറ്റേ അതൊരു 5000-ന്റെ കൂട്ടട്ടെ. 5000-ന്റെ പ്രൈസ് കൂട്ടണം. 5000-ന്റെ പ്രൈസ് കൂട്ടിയാൽ ഉപകാരം എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളത് 10 15 18 എണ്ണങ്ങാണ്ടുള്ള 5000, ഒരു 25 30 ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പേര് ലോട്ടറി എടുക്കാൻ ഓടി വരും. ഇന്നൊരു ലോട്ടറി എടുക്കാനുണ്ട്. ഞാൻ 60 ലോട്ടറി വിൽക്കുന്ന ആൾക്കാർ രാവിലെ തൊട്ട് വൈകുന്നേരം വന്നാലും എൻ്റെ ഒരു 10 15 വായിക്കണം. ആർക്കും ലോട്ടറി വേണ്ട. ലോട്ടറി എടുക്കണ്ടോ? വേണോ? 40 രൂപ ഉണ്ടോ? 40 രൂപ ആക്കും നിങ്ങൾ. ഞങ്ങൾ ലോട്ടറി എടുക്കാം. 40 രൂപ ആണെങ്കിൽ ഉണ്ടല്ലോ, ഒരു 60 ലോട്ടറി ഒരു മനുഷ്യൻ തന്നെ എടുക്കും. 40 രൂപ ഇരുന്നപ്പോൾ ഒരാൾ തന്നെ 60 ലോട്ടറി 120 ലോട്ടറി 300 ലോട്ടറിയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഞാൻ 300 ലോട്ടറി ഒരാൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രൈസും കിട്ടി, ഇഷ്ടംമാതിരി പ്രൈസ്. ഇന്നൊരു ലോട്ടറി നമ്മുടെ സ്വന്തമായിട്ട് കയ്യിലെടുത്ത് വെക്കാൻ പേടിയാണ്. കാരണം അതിന് പ്രൈസ് ഉണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പോൾ ഈ 50 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയിന്നുള്ളത്. അങ്ങനത്തെ ഉള്ള സങ്കടത്തിലാണ്. അത് ഈ സർക്കാർ വന്നേ പിന്നെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ്. പിന്നെ നമ്മളെ റേഷൻ കടയൊക്കെ ഇവർ ഫ്രീ കൊടുത്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവർ 60 കിലോ അരിക്കൊക്കെ പറയുന്നുണ്ട് കൊടുത്തേക്കാന്ന്. അത് നടക്കില്ല. 30 കിലോ അരിക്ക് തന്നെ. ഈ വലിയ ആൾക്കാരാന്ന് പറയുന്നുണ്ട് 8 കിലോ അരി കൊടുക്കുന്നുണ്ട്. ഈ 8 കിലോ അരി കൊണ്ട് അവരെ ആ വലിയ വീട്ടിലാണെങ്കിൽ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റുമോ? കാർഡ് എല്ലാവർക്കും ഒരുപോലെ ആക്കുക. അതുപോലെ ആശുപത്രികളിൽ നല്ല മരുന്നുകൾ, നല്ല പ്രവർത്തനം കൊടുക്കുക. പുറത്തുള്ള ആൾക്കാർ പിരിച്ചു കൊണ്ടുവന്ന കാശും കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഗവൺമെൻറ് ആശുപത്രി കൊടുക്കുന്നത്, അതിന് അവരുടെ ഒരു ഇഷ്ടദാനം കൊടുക്കുന്നേ. അത് അങ്ങനെയല്ല. ആശുപത്രിയിൽ കൂടെ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണം. മുട്ടയും പാലും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അവർ തന്നെ കുറേ അടിച്ചു മാറ്റും. അതുപോലെ അംഗൻവാടികളിൽ കൂടെ മുട്ടയും പാലും കൊടുക്കണമെന്ന് അവർക്ക് കിട്ടുന്ന മുട്ടയും പാലും ഒരു സ്ഥലത്തും ഇല്ല. 100 മുട്ട ഒരു 10 പിള്ളേർ പഠിക്കുന്നിടത്ത് 100 മുട്ട ഇറക്കി കുറച്ച് ബാക്കി. പിന്നെ ഈ 10 പിള്ളേർക്ക് മുട്ട ഇറക്കി വെച്ച് ബാക്കി അവിടെ പോകുന്നു. പാല് അതുപോലെ കൊടുക്കുന്നുണ്ടെന്നും പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒന്നും കൊടുക്കുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ലോട്ടറി, അത് മാറ്റം വരണമെങ്കിൽ UDF തന്നെ വരണം. കാരണം നമ്മുടെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണയും പ്രൈസും ഉണ്ടായിരുന്നു, പൈസയും കുറവുണ്ടായിരുന്നു. അതുപോലെ ലോട്ടറി ആൾക്കാർക്ക് എടുക്കാനും തോന്നും. ലോട്ടറി എടുക്കാൻ തോന്നണമെങ്കിൽ പൈസ കുറയ്ക്കണം, പ്രൈസ് കൂട്ടണം. 5000 2000 500 ഒക്കെ കൂട്ടുക. ഈ 100 ആണെങ്കിൽ 100 10 50 ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു 500 മേളിലേക്കുള്ള പ്രൈസുകൾ കൂട്ടിക്കേ. ലോട്ടറി നിസ്സാരമായിട്ട് പെട്ടെന്ന് വിട്ടു കഴിക്കുക. ഇത് നടന്ന് 60 ലോട്ടറി വയ്ക്കുന്നത്, ഇത് കയ്യുമില്ല കാലുമില്ല കണ്ണുമില്ലാത്ത എത്ര പേര് ഇവിടെ ലോട്ടറി വയ്ക്കുന്നുണ്ടോ? ചെവി കേൾക്കില്ലാത്ത ആളുകൾ, കണ്ണ് കാണില്ലാത്ത ആൾക്കാർ, ഇങ്ങനെ വിറച്ച് നടക്കാനുള്ള വികലാംഗർ, എത്ര വികലാംഗർ ഇവിടെ ലോട്ടറി വയ്ക്കുന്നുണ്ടെന്നറിയാമോ? അതുങ്ങൾക്കൊന്നും ഒരു ഉപകാരമല്ല ഈ ലോട്ടറി കൊണ്ട്. 1 കോടിയിൽ നിന്ന് മാറ്റിയിട്ട് ആ 1 കോടി ഒരു 4 പേർക്ക് കൊടുക്കാനുള്ള സംവിധാനം 5000 കൂട്ടുക, 2000 കൂട്ടുക, 1000 കൂട്ടുക. പ്രൈസ് കൂട്ടട്ടെ. പ്രൈസ് കൂട്ടിയ ലോട്ടറി ഇവർ ഉദ്ദേശിക്കുന്നതിനേക്കാളും പൈസ ഉണ്ടാക്കാം. ഇവർ എന്തായാലും ഈ LDF ഭരണത്തിന് വന്നപ്പോഴത്തേക്ക് കള്ള്, കഞ്ചാവ്, MDMA, പിന്നെ ഈ പെണ്ണുകൂട്ടി കൊടുക്കല, ഇങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കി വെക്കണത്. ഇങ്ങനെയാണ് പൈസ കൂടുതലും. കാരണം പറഞ്ഞത് എവിടെ പോയാലും പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ കുറേ എണ്ണങ്ങൾ. ഈ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ അതിനൊക്കെ മുൻഗണന കൊടുക്കുകയാണ്. എന്നിട്ട് അതിജീവിതയും ഞങ്ങൾ ജീവിച്ച് കിട്ടും എന്ന് പറയും. ഒരു അതിജീവിതം ജീവിച്ചിട്ടുമില്ല. അതിജീവിതകൾ ജീവിക്കണേ എങ്ങനെയാണെന്ന് എപ്പോഴും തെണ്ടിയാണ് ജീവിക്കണേ. ഇപ്പോഴും അതിജീവിതകൾ ജീവിക്കുന്ന തെണ്ടിയിട്ടാണ്. പക്ഷെ ഇവർ പറയുന്ന അതിജീവിതകൾ ജീവിക്കുന്ന കോടീശ്വരന്മാരായിട്ട് അത് ഇവരുണ്ടാക്കി കൊടുക്കുന്നതാണ്. അവർക്കൊരു വാലിറ്റി കൊടുക്കുകയാണ്. ഇവർ അതിജീവിതകളാണ്. കോടികൾ അവർക്കാണ് കിട്ടുന്നത്. അത് ഇവർക്ക് ടാക്സ് എന്തോരം കൂട്ടി കിട്ടുന്നു ആ മേഖലയിലേക്കാണ് സർക്കാർ പോകുന്നത്. അതല്ലാണ്ട് പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കാനല്ല സർക്കാർ നോക്കുന്നത്.
പാവപ്പെട്ട താഴെക്കിടയുള്ള ഒരു മനുഷ്യനും ഇവിടെ ജീവിച്ചു പോകത്തില്ല. ഈ പറഞ്ഞ ഒന്നും കൂടി വന്നാൽ ഉറപ്പാ ഓരോരുത്തരും ഒരേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരേ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? പറമ്പിൽ പറമ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ആദായം ഉണ്ടോ? ആദായത്തിന് മേടിക്കാൻ വളം കൊടുക്കാൻ മേടിക്കാനുള്ള പൈസ ഉണ്ടോ? ഒന്നും ഒരു മനുഷ്യൻ നിലനിന്നപോലെ വീണ്ടും LDF അധികാരത്തിൽ വന്ന ഉറപ്പാ ആത്മഹത്യകൾ ഇവിടെ കൂടും. അതായത് ചിലപ്പോൾ ഈ പറഞ്ഞ ഞാൻ പോലും ആത്മഹത്യ ചെയ്യും. അതേപോലെ അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ജീവിച്ചോണേ. കടം മേടിച്ച പൈസ ഈ ലോട്ടറിക്ക് തന്നെ, ഈ ലോട്ടറിയിൽ നിന്ന് തന്നെ എത്ര രൂപ എനിക്ക് ഇവിടെ കടമുണ്ടെന്നറിയാവോ? നമ്മൾ കടം മേടിച്ചിട്ടാണ് ജീവിച്ചോണവരല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു വരുമാന സ്രോതസ് തന്നെയാണല്ലോ ലോട്ടറി. 100%. ഞങ്ങളെപ്പോലെ 100 കണക്കിന് ആൾക്കാർ ഇവിടെ ലോട്ടറി വിറ്റ് ജീവിക്കുന്നുണ്ട്. ഇന്നൊരു ലോട്ടറി ഒരു മനുഷ്യന്റെ മുമ്പിൽ ചൊല്ലി കൊടുക്കുമ്പോൾ 40 രൂപയൊക്കെ എന്തിനാ ഈ ലോട്ടറി എന്തിനു കൊണ്ടുവന്നു? എന്തിനാ കൊണ്ടുവന്നേക്കുന്നേ? ലോട്ടറി എന്തിനു കൊണ്ടുവന്നേക്കണേ? ഇത് ഞങ്ങൾക്ക് വേണ്ട. ഒരു പ്രൈസ് ഉണ്ടോ? ഒരു 100 രൂപ അടിക്കണ്ടോ? എന്നോട് ചോദിക്കുന്ന 1.5 വർഷം ഒരു പ്രൈസ് ഉണ്ട്. അവർ ചോദിക്കുന്ന ഒരു 100 ഇല്ല. പിന്നെ എന്തിനാ ലോട്ടറി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നേ? എന്നും 5, 6, 10, 15 ഒരു സെറ്റ് 2 സെറ്റ് എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇന്ന് ഒരു ലോട്ടറി എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നില്ല. അവർ ചോദിക്കുന്ന ഒരു 100 തരാനുണ്ടോ ലാലയ്ക്ക്? ഇതിനകത്ത് 100 അടിപ്പിക്കുക. ഒരു 100 രൂപ ഞങ്ങൾക്ക് തന്നിട്ട് വാ എന്നിട്ടേ പ്രൈസ് അടിക്കുന്ന മൊത്തം പുറത്തോട്ടാണ് പോകുന്നത്. അതെന്നാ വെച്ചാൽ അതും വലിയ പ്രൈസ് ഒരെണ്ണം നമ്മുടെ ഈ നാട്ടിലേക്ക് വരില്ല. 25 കോടി 10 കോടി 15 കോടി ഒക്കെ പോകുന്നത് ഒന്നില്ലെങ്കിൽ പാലക്കാട്, അല്ലെങ്കിൽ കണ്ണൂർ, അല്ലെങ്കിൽ തിരുവനന്തപുരം. ഈ ഇടുക്കി ജില്ലയ്ക്ക് വെല്ലപ്പിള്ളരിക്ക് 1 ലക്ഷം ഒരു വർഷം 6 മാസം 1 വർഷം കൂടുമ്പോൾ ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടും. അതിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അതിന്റെ പുറകിലുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ കൂടുതൽ ലോട്ടറി 1 ലക്ഷം 2 ലക്ഷം രൂപ ഒക്കെ ലോട്ടറി എടുക്കുന്ന ആൾക്കാരുണ്ട്. വലിയ വലിയ കോൺട്രാക്ട് എടുത്തിട്ട് ലോട്ടറി എടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പം ഇതൊക്കെ ചെറിയ കടകളാണ്. ഇത് കൂടി വന്നിട്ട് 1000 1500 2000 3000 ലോട്ടറി എടുക്കുന്ന പോലെയല്ല. 25,000 50,000 ലോട്ടറി എടുക്കുന്ന ആൾക്കാരുണ്ട്. ഏജൻസികളുണ്ട്. അവരിലേക്ക് പോകും. കാരണം ഇവർക്ക് അത് അറിയില്ലെങ്കിൽ ഈ ഏജന്റുമാർ ചെറിയ കടകളല്ലേ, വലിയ ആൾക്കാർക്ക് അത് അറിയാം. കറക്റ്റായിട്ട് ഈ ലോട്ടറി കൊടുത്തേക്കുന്നത് എവിടെയാണെന്നറിയാം. 100% എവിടെയാണ് കൂടുതൽ ലോട്ടറി വിറ്റഴിക്കപ്പെട്ടേക്കുന്നത്, എവിടെയാണ് ലോട്ടറി കൂടുതൽ കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ വിൽക്കുന്നുണ്ടല്ലോ ഈ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലോട്ടറികൾ എവിടെയാണ്, എത്ര രൂപയ്ക്ക് പോയിട്ടുണ്ട്, എങ്ങനെ പോയിട്ടുണ്ടെന്ന് അവർക്കറിയാം. അവർക്ക് ലാഭം നോക്കണമെന്നേ ഉള്ളൂ. ഈ സർക്കാർ വന്നപ്പോൾ അങ്ങനത്തെ ലാഭങ്ങൾ മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാനായിട്ട് ഒരു മാർഗ്ഗമില്ലാത്ത നടക്കുന്ന ആൾക്കാർക്ക് ഇനിയും ഉണ്ടാവില്ല ഒരു മാർഗം. പക്ഷെ ഭയങ്കര ട്രാൻസ്പെറന്റ് ആണെന്നാണല്ലോ ഇവർ പറയുന്നത്. അതായത് ഇതിന്റെ പറച്ചില് മാത്രമേ ഉള്ളൂ. ആ പറച്ചില് ഇവരെല്ലാത്തിനും പറച്ചില് മാത്രമേ ഉള്ളൂ. ഉപകാരത്തിലേക്ക് ഒന്നും വരുന്നില്ലല്ലോ. ഉപകാരത്തിലേക്കൊന്നും വരുന്നില്ല. അവർ പറയുന്നുണ്ട് ഞാൻ അവിടെ കൊടുത്തു, ഞാൻ ഇവിടെ കൊടുത്തു, ഞാൻ അങ്ങനെ കൊടുത്തു, ഞാൻ ഇങ്ങനെ കൊടുത്തു. എവിടെ കൊടുക്കുന്നുണ്ട്? ഞാൻ ഭയങ്കര റോഡ് ഞങ്ങൾ പണിതു. എവിടെയെങ്കിലും ഒരു ഇടിഞ്ഞു വിടാത്ത സ്ഥലമുണ്ടോ? ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഇടുന്നപ്പോൾ കൊടുത്ത ഈ ഗവൺമെൻറ് ആശുപത്രി അയാൾ 25 കോടി 5 കോടി 7 കോടി 8 കോടി 10 കോടി അനുവദിച്ചിട്ട് പോയി അതെടുത്തിട്ട് കൈകാര്യം ചെയ്ത് ഉണ്ടാക്കി വെച്ചതല്ലാണ്ട് അതിൻ്റെ അകത്ത് തന്നെ പിന്നെ ഇപ്പുറത്തെ ഒരു പുതിയൊരു ആശുപത്രി പണിതു. അതെന്നാ ഈ പിരിച്ചു കിട്ടിയ പൈസ ഒന്നും ആയിട്ടില്ല. അതിൻ്റെ പകുതി പോലും അത്രേ. ഈ ആശുപത്രി ഇതേ പഞ്ചായത്തിൻ്റെ അങ്ങോട്ട് മാറ്റിയിട്ട് ഈ പൈസ വേണ്ടായിരുന്നു, അങ്ങോട്ട് മാറ്റിയിട്ട് നല്ല സൂപ്പർ ഒരു ആശുപത്രി പണിയായിരുന്നു. നമുക്ക് പഞ്ചായത്തിൻ്റെ അവിടെ ഇഷ്ടംമാതിരി സ്ഥലം കിടക്കുന്നുണ്ട്. ആ പഞ്ചായത്ത് ഓഫീസ് മാറ്റുക, അവിടെ ഒരു വലിയൊരു ആശുപത്രി പണിയായിരുന്നു. ഇത്രയും ഈ പൈസയുടെ പകുതി ആവില്ലായിരുന്നു. പൊതുജനങ്ങൾക്ക് അത് ഒത്തിരി ഉപകാരമുണ്ടായിരുന്നു. ഏതൊക്കെ നാട്ടിൽ നിന്ന് ഇവിടെ ആൾക്കാർ വരുന്നുണ്ടെന്ന് ഈ ചികിത്സയ്ക്കായിട്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു നല്ലൊരു മരുന്നുണ്ടോ? ഇവിടെ വന്നു കഴിയുമ്പോൾ ആശുപത്രി കയറ്റി കഴിയുമ്പോൾ അപ്പം തന്നെ പറഞ്ഞതന്നെ ഒന്നില്ലേ മോർണിംഗ് സ്റ്റാർ, അല്ലെങ്കിൽ നിങ്ങൾ കോട്ടയത്തിന് നോക്കോ താഴോട്ട് നോക്കോ. എന്നാൽ പിന്നെ എന്തിനാണ് നമുക്ക് ഈ ആശുപത്രി? ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ആശുപത്രി വേണ്ടത്. ആ പാവപ്പെട്ടവർക്ക് ഒരു മരുന്നില്ല, ഒരു പ്രയോജനമില്ല. ആശുപത്രി ഒരു അറ്റാക്ക് വന്നാലോ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഇവിടെ ഡോക്ടർ ഇല്ല കേട്ടോ, വേഗം ഉണ്ടോ, ഒന്നില്ലേ മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഈ ആശുപത്രി കൊണ്ട് ഇവിടെ ഈ പൊതുജനങ്ങൾക്കും ഇല്ല, ആർക്കും ഇല്ല ഒരു പ്രയോജനം. ഈ ലോട്ടറി കൊണ്ടുമില്ല. പൈസ മൊത്തം ടാക്സ് ആർക്ക് കൂടുതൽ കൊടുക്കാൻ കിട്ടുന്നോ അവർക്ക് പോവും പൈസ, അല്ലാണ്ട് പാവപ്പെട്ട ജനങ്ങൾക്കില്ല. ഇന്ന് ഈ ലോട്ടറി കൊണ്ട് ഇന്ന് 60 ലോട്ടറി എടുത്ത ആളാണ്. ഇനി എൻ്റെ കയ്യിൽ 10-30 ലോട്ടറി ഇരിക്കുക. സമയം എത്രയെന്നുണ്ടോ? അവർ ചോദിക്കും നിങ്ങൾ ലോട്ടറി വില കുറയ്ക്കുക, ലോട്ടറി വില കുറച്ച് പ്രൈസ് കൂട്ടുക, ഞങ്ങൾ അപ്പടിയും ലോട്ടറി എടുക്കാന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഇത്രയും വലിയ പൈസക്ക് ലോട്ടറികൾ പ്രൈസ് ഒക്കെ പറയുമ്പോൾ വളരെ വലിയ പ്രൈസ് ആയിരിക്കും, അങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ലാഭമൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നാണ്? ലാഭമില്ല സർക്കാരിലേക്കൂടെ, അല്ലാണ്ട് പിന്നെ വേറെ ആർക്കാ പോകുന്നത്? എന്തായാലും എൻ്റെ വീട്ടിലേക്കല്ല. അത് 100% ഉറപ്പ് എനിക്കുണ്ട്. കാരണം ഇതിൻ്റെ എത്ര ലാഭം ഉണ്ടെന്നുള്ളത് എനിക്ക് ലോട്ടറി തരുന്ന ആൾക്കാർക്ക് എൻ്റെ കയ്യിൽ ഇന്നിപ്പോൾ ഈ 60 ലോട്ടറി 10 ലോട്ടറി ഇരുന്ന് പോയാൽ 15 50 500 രൂപ പോയി. എനിക്ക് പിന്നെ ഈ കടയിൽ പിന്നെയും കടമാവും. ആ ലോട്ടറി വിറ്റ് തീർന്നാലാണ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പൈസ കൊടുക്കാം. ഇത് വിറ്റ് തീർന്നാലല്ലേ കൊടുക്കാൻ പറ്റും. ആരെങ്കിലും ഒന്നും മേടിച്ചാലേ ഉള്ളൂ. അവർ ചോദിക്കുന്ന ഇത്രയാണ്. ഈ ലോട്ടറിക്ക് വില കുറയ്ക്കുക. നേരത്തെ 40 രൂപ ആയിരുന്നു, 30 രൂപ ലോട്ടറി എത്ര പെട്ടെന്നാണെന്നറിയോ 40 രൂപ ആക്കിയത്. 40 രൂപ ലോട്ടറി. അതുപോലെ തന്നെ പൈസയ്ക്ക് മൂല്യം കുറഞ്ഞു വരുവാന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞ് കൂട്ടി പോകുന്നുണ്ടെന്ന്. ഒരു കൂട്ടില്ല, അതെല്ലാം കുറഞ്ഞു വരുവാണ്.
ഞാൻ പറഞ്ഞു, ഈ പഠനം തുടർ പഠനമായിട്ടുണ്ടെങ്കിൽ ഉറപ്പാ ജനങ്ങൾ ആത്മഹത്യ പിന്നെയും ആത്മഹത്യകൾ കൂടുതലായിട്ട് വരും, അല്ലാണ്ട് ഒന്നുമില്ല. അത്രയ്ക്കും കടങ്ങൾ കയറിയ ആൾക്കാർക്ക് ഇഷ്ടമായി. ലോട്ടറി തൊഴിലാളി എന്ന രീതിയിൽ ചേച്ചിയുടെ എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അടുത്തൊരു സർക്കാർ വരുമ്പോൾ? അടുത്തൊരു സർക്കാർ വരുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുള്ള ലോട്ടറിയുടെ പ്രൈസ് കൂട്ടും. ഈ പൈസ ഇച്ചിരി ഒരു 10 രൂപ കുറയ്ക്കണം. കുറച്ചിട്ട് ലോട്ടറികൾക്ക് പ്രൈസ് വയ്ക്കുക. ഈ 1 കോടി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഇത് പറഞ്ഞ പ്രൈസ് അങ്ങോട്ട് കൂട്ടുക. അതായത് പാവപ്പെട്ടവനക്ക് ഒരു ലോട്ടറി എടുത്ത് അവനക്ക് എന്തെങ്കിലും കിട്ടാനുള്ള ഒരു മാർഗം നോക്കുക. അതായത് ഇപ്പോൾ ഒരു 50 രൂപ മുടക്കാനോ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു 100 കിട്ടിയാലേ നാളെ ഒരു ലോട്ടറി എടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അവനക്ക് വേറെ ലോട്ടറി എടുക്കാൻ വേറെ പൈസ ഇല്ല അവൻ്റെ കയ്യിൽ. അവൻ അന്ന് പണിയെടുത്ത പൈസ ആയിരിക്കും നമുക്ക് കൊണ്ട് തന്നിട്ട് 50 രൂപ എടുത്തോ 100 കൊടുത്തോ 2 ലോട്ടറി എടുത്തേക്കുന്നത്. ആ ലോട്ടറി അവനക്ക് പിന്നെ നാളെ പറഞ്ഞ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്തൊരു 100 രൂപ 50 രൂപ കിട്ടിയാലേ പറ്റുള്ളൂ. അത് കിട്ടുന്നില്ല. 12 ലോട്ടറി ഒരു സെറ്റിൽ 12 എണ്ണം ഉണ്ട്. അവനൊരു പ്രതീക്ഷയോടെ വൈകുന്നേരം എനിക്കൊരു 60,000 അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പ്രൈസ് പ്രതീക്ഷയോടെ ഒരു ലോട്ടറി എടുക്കുന്നത്. പക്ഷേ ആ നമ്പർ പോലും ചില ദിവസം നറുക്കെടുക്കുമ്പോൾ അതിനകത്ത് വരത്തില്ല. ആ നമ്പർ പോലും ആ പേപ്പറിലേ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചോദിക്കേ, നിങ്ങൾ ഇന്ന് വിറ്റ ലോട്ടറിക്ക് ആ നമ്പർ നിങ്ങൾ ലോട്ടറി വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾ എടുക്കണമെന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യും? നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. നിങ്ങളുടെ ഞാൻ എന്തിനാ ലോട്ടറി എടുക്കണം? ഒരു 100 രൂപ ഞങ്ങൾക്ക് താ, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാമെന്ന് പറഞ്ഞു. എങ്ങനെയായിരിക്കണം ഭാവിയിലെ നമ്മുടെ ഒരു ഭരണം, അല്ലെങ്കിൽ അതിന്റെ അടുത്ത വരുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇവിടെ ആര് ഭരിക്കണമെന്നുള്ളത് മാത്രം അല്ല പ്രശ്നം. ഭരണത്തിനെല്ലാവരും മുന്നിൽ തന്നെയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആര് ഭരിച്ചാലും വേണ്ട, കേരളത്തിൽ ഇവിടെ നമുക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ചെയ്യണം. ലോട്ടറി തൊഴിലാളി ഈ കൈയില്ല, കണ്ണില്ല, കാലില്ല, നടന്ന് നിരങ്ങി വരെ നടന്ന് ലോട്ടറി വിൽക്കുന്ന ആൾ, അവരുടെ ഒരു ജീവിതമാർഗം. പാവപ്പെട്ട ആൾക്കാർക്കും ഒരു ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വെച്ചാൽ പോരാ, അവിടെ മെഡിസിൻ ആശുപത്രിയിൽ കൂടെ ഡോക്ടറും വേണമല്ലോ. ഇവിടെ ഒരു കുറച്ച് പഠിക്കാനായിട്ട് ഇപ്പോൾ ഈ ഗവൺമെൻറ് കുറേ പഠിക്കാനായിട്ട് കുറേ പിള്ളേർ വന്നിരിക്കുന്നുണ്ട്. അവർ എഴുതി തരുന്ന മരുന്ന് മേടിച്ചു കുടിച്ച് നമ്മൾ പോകണം. നല്ലൊരു ഡോക്ടർമാരല്ല വന്നെ ഇവിടെ ഇരുത്തത്തില്ല കേട്ടോ. നല്ലൊരു ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇവർ അതിനെ എങ്ങനെയെങ്കിലും ഓടിക്കാമെന്ന് നോക്കുള്ളൂ. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ഇച്ചിരി കൊള്ളയൊക്കെ നടത്തുന്നുണ്ട്. അതായത് നേരത്തെയൊക്കെ 100 രൂപ 50 രൂപയൊക്കെ ആയിരുന്നു ഡോക്ടർമാരുടെ ഫീസ്. ഇപ്പോൾ അത് 200 കഴിഞ്ഞ് ഇപ്പോൾ 300ലേക്ക് കയറി. ഒരു വീട്ടിൽ ഒരുത്തിന് ഓടിപ്പോയിട്ട് പണിയെടുത്തിട്ട് 500 രൂപ കിട്ടി വന്ന 300 രൂപ ഡോക്ടർക്ക് അല്ലെങ്കിൽ 200 രൂപ കൊടുത്തിട്ട് പിന്നെ ബാക്കി മരുന്ന് മേടിക്കുന്ന എവിടെ നിന്ന് അവരുടെ പൈസ വീട്ടിൽ കാണാൻ പോകുമ്പോൾ? അതൊക്കെ ഒരു മാറ്റം വരേണ്ടതാണ്. ഇടുക്കിയിൽ ഇനി വരുന്ന ആളുകൾ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. ആ റോഡ് പണി നേര്യമംഗലം തൊട്ട് ഇപ്പോൾ മൂന്നാർ വരെ, ഇപ്പോൾ മധുര വരെ എന്ന് പറഞ്ഞാൽ മൂന്നാർ വരെ ഇങ്ങനെ നല്ല രീതിയിൽ അത് തുറന്ന്, അതായത് വളറ വരെ ആ പണി നന്നാക്കി. പണി കഴിഞ്ഞല്ലോ, വളറ വരെ ഇനി വളറ വരെ പണിതിട്ടില്ലല്ലോ നേര്യമംഗലം തൊട്ട്. അവർ പണിയാൻ സമ്മതിക്കുന്നില്ല. അത് ശരിയാക്കുക. ഈ പാവപ്പെട്ട വീട്ടുകാർക്ക് കറണ്ട് ബില്ല് 10 കറണ്ട് ഈ ഷോർട്ട് സർക്യൂട്ടിങ് ഉണ്ടായില്ല, കറണ്ട് നിങ്ങൾക്ക് ഇന്നും ഉണ്ടെന്ന്. പക്ഷേ എൻ്റെ വീട്ടിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 15 ദിവസം കറണ്ടില്ല. ബില്ല് വരുമ്പോൾ 600, 700, 1000, 2000 ബില്ല് വരും. 10 ദിവസം കറണ്ടില്ല. അതുപോലെ തന്നെ ഒരാളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ആ ഒരാൾ ഉപയോഗിക്കുന്ന കറണ്ട് എന്തോരേക്കും രാവിലെ ഇവിടുന്ന് 8 മണി 10 മണി രാത്രി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കയറി കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർക്ക് ഉണ്ട്. 10, 1000, 1500 രൂപയാണ് ബില്ല് വരുന്നത്. പിന്നെ വരുന്ന എന്നാന്ന് വെച്ചിട്ട് നോക്കുന്നുണ്ട്, നമ്മുടെ പൊതു കാര്യമായിട്ട് പറഞ്ഞ എന്നാർക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമായിട്ട് എല്ലാവർക്കും സ്വന്തം അഭിപ്രായം, നമുക്ക് എന്ത് പറയണമെന്ന് തോന്നുന്നു അത് മനസ്സ് തുറന്ന് പറയാനുള്ള അവകാശം വേണം. ഇതെന്തെങ്കിലും ഇതിപ്പോൾ ഇത്രയും പറഞ്ഞു ഇത് ചാനലിൽ കേട്ട് കഴിഞ്ഞിട്ട് ഇപ്പം നോക്കിക്കോ, നാളെ മുതൽ പൂക്കിട്ട് ചീത്തയായിരിക്കും എനിക്ക്. ലൈല തിളങ്ങി എന്ന് പറഞ്ഞ് നിസ്സാര കാര്യം എൻ്റെ കടയുടെ മുമ്പിൽ കൊണ്ടുവന്ന് മീൻ വണ്ടിയിൽ വെള്ളം ഇറക്കിയെന്ന് പറഞ്ഞിട്ട് മോനെ അതൊന്നും ചായ ഇട്ടില്ലായിരുന്നു ഇറക്കിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞേനെ. ഇപ്പം എന്നറിയോ, എൻ്റെ കടയുടെ ഫ്രണ്ടിൽ അപ്പുറം ഇപ്പുറയും രാത്രി വന്നിട്ട് അപ്പിയിടുക, വേസ്റ്റ് കൊണ്ട് വലിച്ചെറിയുക, ഇതൊക്കെ എന്നെ തോൽപ്പിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു പോയല്ലോ, പഞ്ചായത്ത് ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മീൻ മാർക്കറ്റിൽ മീൻ ഇറക്കാനായിട്ട് ഇവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അവർ ചെയ്യില്ല. അതെല്ലാം കൊണ്ട് ഏതെങ്കിലും കടയുടെ മുമ്പിൽ കൂടെ, ഏതെങ്കിലും വീടിൻ്റെ മുമ്പിൽ കൂടെ ഇതൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഈ റോട്ടിൽ കൂടെ ടൗണിൽ കൂടെ ചില ദിവസം നടക്കാൻ പറ്റും, അതുപോലെയാണ് വേസ്റ്റ്. അതുപോലെ തന്നെ പഞ്ചായത്ത് നമ്മൾ 50 രൂപ ഇവർ പിരിക്കുന്നുണ്ടല്ലോ, വന്നിട്ട് എല്ലാ വീട്ടിൽ നിന്നും എല്ലാ കടയിൽ നിന്നും മേടിക്കുന്നുണ്ട്. എന്ത് വേസ്റ്റ് എടുത്തുകൊണ്ട് പോയിട്ട് 50 രൂപ 100 രൂപ മേടിക്കുന്നത്? ഈ വേസ്റ്റ് ഇവർ എന്ത് കൊണ്ടുപോയിട്ട് എന്നാ കാണിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മൊബൈലിൽ കിടക്കേണ്ട ആ ഫോട്ടോ ഇട്ടതിന് ഒരാഴ്ചത്തേക്ക് തെറിയായിരുന്നു. കണ്ടോ ലൈല, ഇത് ഇങ്ങനെ പഞ്ചായത്തിനെതിരായിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ കൊള്ളില്ലെന്ന്. പഞ്ചായത്തിനെതിരായിട്ട് പഞ്ചായത്തിന്റെ ഹെൽത്തുകാരോടും പറയേണ്ട കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനത് നമ്മളെന്തിനും തുറന്നു പറയുന്നതാണ് നമ്മൾ. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക്. ഞാനിപ്പോൾ എന്ത് തല പോണം ആരും ഞാൻ മോൻ നോക്കാറില്ല. എന്ത് കാര്യം പറയണം ഞാൻ പറഞ്ഞു.
പണ്ട് ഇവർ പറഞ്ഞ ഉമ്മൻചാണ്ടീനെ പിടിച്ചു നിർത്തിയിട്ട് ഒരു ആശുപത്രി പണിത്. ഇപ്പൊ പേര് പറഞ്ഞപ്പോൾ അതിലടോ ഉമ്മൻചാണ്ടീനെ പിടിച്ചു നിർത്തിയ ഒരു ആശുപത്രി ഉണ്ടായി. ആ ഉമ്മൻചാണ്ടീനെ പിടിച്ചു നിർത്തി അന്ന് ആശുപത്രി ഉണ്ടാക്കിയിരുന്ന ഒരു ആശുപത്രി ഉണ്ടായി അവിടെ. അതല്ലെങ്കിൽ ഈ ജന്മത്തെ അടിമാലിക്ക് ഒരു ആശുപത്രി ഉണ്ടാവില്ല, 100% ഉറപ്പ് പറയുന്നു. ഇവർ പറഞ്ഞ അമ്മ ആശുപത്രി ഇത് ഇപ്പം അവിടെ ഈ വളവിൽ അവിടെ എങ്ങാണ്ട് പണിയെന്ന് പറഞ്ഞു. അത് ഇവിടെ എവിടെ പണിയാൻ തുടങ്ങി? എവിടെയെങ്കിലും പണിതിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഫ്ലാറ്റ് കൊടുത്തു ഇവിടെ. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമുണ്ടോ? അവിടെ വെള്ളമുണ്ടോ? കക്കൂസുണ്ടോ? മേലത്തെ നിലനിന്നുണ്ട് കക്കൂസിൻ്റെ ടാങ്കുകൾ പൊട്ടൊഴുകിയിട്ട് അടുത്തുള്ള ആൾക്കാർക്ക് കിടക്കാൻ പാടില്ല. അപ്പോൾ ഇവർ ഈ ചെയ്തു വെച്ച പ്രവൃത്തികൾ ഒന്നും നന്നായിട്ടില്ല. ഈ 10 വർഷം ഭരിച്ചിട്ട് സത്യം ഞാൻ പറയാം, ജനങ്ങൾക്കൊന്നും പ്രയോജനപ്പെട്ടിട്ടില്ല, അവർക്ക് പ്രയോജനപ്പെട്ടു. ഈ ഭരിച്ചവർക്കും ഭരിക്കാൻ കുറേ ഒത്താശ ചെയ്ത് കൊടുത്ത ആൾക്കാർക്ക് മാത്രം പ്രയോജനപ്പെട്ടു. പാവപ്പെട്ട ജനങ്ങൾക്കൊന്നുമില്ല. അവൻ എവിടെയെങ്കിലും പോയി 100 രൂപയ്ക്ക് പണിയെടുത്താൽ അവന് കഞ്ഞി കുടിക്കാം, അതല്ലെങ്കിൽ ഇല്ല.